മാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം മാനസികാരോഗ്യം കുറയ്ക്കും. 6ാം ക്ലാസ്സുകാരി 7,00,000 രൂപയ്ക്ക് വാട്സാപ്പിൽ വിൽപ്പനയ്ക്ക് വെച്ചു. ഇങ്ങനെ കർണാടകയിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന സെക്സ് റാക്കറ്റ് സംഘം പിടിയിൽ മാത്രമല്ല, അവന്മാരെ അപ്പം സ്പോട്ട് എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയും. ഇത് തന്നെയാണ് കർമ്മയോധയ്ക്കകത്തും പറയുന്നത്. ഈ കർമ്മയോധയ്ക്കകത്ത് ഇതേ ഡയലോഗ് തന്നെയാണ്. മോഹൻലാലിൻ്റെ കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഇതേ സെയിം തീം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതായത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഈ രോഗം യൗവനമൊക്കെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയിലെ പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവന്മാർക്കൊന്നും വെളിവില്ല. ഇവരുടെ മാനസിക പ്രശ്നം മാറുമെന്നൊന്നല്ല. അതൊരു തരം മാനസിക രോഗമാണ്. എല്ലാവരും കണ്ട ലൈംഗിക വസ്തുവാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ലൈംഗിക വസ്തുവാണെന്നുള്ള ഇവന്മാരുടെ തലയിലൊക്കെ കയറിയിരിക്കുകയാണ്. ഇതെന്താ, ഇത് തിന്നാൻ വിശപ്പാണോ? സ്വന്തം വീട്ടിലൊക്കെ 20,00,000 രൂപയ്ക്കുണ്ടെങ്കിൽ വേറെ ഇഷ്ടംപോലെ സാധനങ്ങളില്ലേ? പട്ടിയാലയിൽ അവിടെയെങ്കിലും പോകും, റെഡ് സ്ട്രീറ്റിൽ പോകും. പാവപ്പെട്ട പെൺപിള്ളേരെ പിടിച്ച് എന്തിനാണ് ഇങ്ങനെ 20,00,000 രൂപയ്ക്കൊക്കെ? ഇവനൊക്കെ ഒരു കണ്ണിച്ചോരയില്ലാന്ന് എനിക്കുള്ളൂ. കണ്ണിച്ചോരയല്ല. ഇത്ര എണ്ണങ്ങളെ പിടിച്ചിട്ട് അവന്മാരുടെയൊക്കെ വെടി വെച്ച് കൊല്ലണം. ഇത്ര 20,00,000 രൂപയ്ക്ക് വല്ല കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും. അവർക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ സുഖം. ആരും അറിയണില്ല എന്നുള്ളൂ. എത്ര പേരെ ലൈംഗികയ്ക്ക് വേണ്ടി വല്ല മുള്ളും മുറിക്കാൻ പോയി കയറൂ 20,00,000 രൂപയ്ക്ക്. ഇവർക്കൊക്കെ മക്കളുണ്ടായ അതിനും പറയാൻ പറ്റില്ല. അവർക്ക് അന്നിനും അതും ചെയ്യും. അവർ മക്കളെ ചിലപ്പോൾ വിൽക്കുകയും ചെയ്യും. എല്ലാത്തിനും പണവും കാമവും. എങ്ങോട്ട് പോകണം ഈ ലോകം?